നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ പറഞ്ഞില്ലേ മോളെ, ഇവക്ക് എന്തൊക്കെയോ ചുറ്റിക്കളികളുണ്ട്. നീ അടുത്ത നമ്പറിലേക്ക് വിളിക്ക്. ഇത് നോക്കിയേ. ഈ നമ്പർ സ്വിച്ച് ഓഫ് ആവല്ലേ? മോളെ, ഈ നെറ്റിലൊന്ന് ഓണാക്കിയിട്ട് നോക്കിയേ. ആരുടെ പേരാ വരുന്നത് നോക്കാലോ. പരിചയമുള്ള ആളാണോന്ന് നമുക്കും അറിയാലോ. വല്യമ്മ പോലീസ് ആകേണ്ടിയിരുന്നു എന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. നോക്ക 562. വല്യമ്മേ, സുനിൽ എസ്. സുനിൽ എസ്. അപ്പൊ ഇത് അവന്റെ നമ്പർ തന്നെ ആയിരിക്കും. അതെ വല്യമ്മേ, പക്ഷെ ഈ നമ്പറിലേക്ക് മാനസ വിളിച്ചിട്ടുള്ളത് 1-2 തവണ മാത്രം. പക്ഷേ സുനില് ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട്. അപ്പോ സുനിൽ എസ് എന്ന് പറയുന്നത് ശർമ്മേന്നായിരിക്കും അല്ലേ? ആ അതെ. അപ്പോ സുനിലുമായിട്ട് ഇപ്പോഴും അവക്ക് ബന്ധം ഉണ്ടായിരിക്കണം. പക്ഷേ ഇത് ദിവസങ്ങൾക്ക് മുമ്പാ ലാസ്റ്റ് കോൾ വന്നിരിക്കുന്നത്. അതിനർത്ഥം ഇവര് തമ്മില് പരസ്പരം കാണാറും വിളിക്കാറും ഒന്നും ഇല്ലാന്നല്ലേ? ദേ, അവള് ഫ്രോഡാ മോളെ. നിന്റെ കൂടെ സ്നേഹത്തോടെ നിന്നിട്ട് കയ്യിലിരിപ്പ് ഇതൊക്കെയാ. ഇപ്പൊ മനസ്സിലായില്ലേ? അങ്ങനെ ചിന്തിക്കാൻ വരട്ടെ വല്യമ്മേ. സുനില് മാനസയെ സ്നേഹിച്ചിരുന്ന ചെറുപ്പക്കാരനല്ലേ. അവര് തമ്മിൽ ചിലപ്പോ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികം മാത്രം. അതൊക്കെ മറ്റുള്ളവരോട് പറയണമെന്നില്ലല്ലോ. എനിക്കറിയേണ്ടത് ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചെന്നോ. സ്ഥിരം മാനസയെ വിളിച്ചുകൊണ്ടിരുന്ന സുനിൽ പെട്ടെന്നൊരു ദിവസം എന്തുകൊണ്ട് വിളിക്കുന്നത് അവസാനിപ്പിച്ചു. ഇത്രയും ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയാ സുനിൽ എവിടെയുണ്ടെന്ന് മനസ്സിലാക്കാം. മോള് വാ, നമുക്ക് ഇപ്പൊ തന്നെ അവളോട് പോയി ചോദിക്കാം. വാ. എന്താ വല്യമ്മേ, ഒരു പോലീസുകാരിക്കേ ഇത്രയും ധൃതി പാടില്ല. ക്ഷമയാ വേണ്ടത്. ആദ്യം ഈ സുനിൽ തന്നെയാണോ സുനിൽ ശർമ്മയെന്ന് നമുക്ക് ബോധ്യമാവണം. ഇതൊരു കോമൺ നെയിം ആയതുകൊണ്ട് നമുക്കത് വ്യക്തമാക്കിയേ പറ്റൂ. അല്ല, അതെങ്ങനെ കണ്ടുപിടിക്കും? സുനിലിന്റെ അച്ഛനമ്മമാരോട് തന്നെ നമുക്ക് ചോദിക്കാം. വല്യമ്മേ, ഇനി നമുക്ക് അടുത്ത നമ്പറിൽ വിളിക്കാം. വിളിക്കാം. എന്തായി മോളെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ വല്യമ്മേ. ബാങ്ക് മാനേജർ, 3 സ്റ്റാർ ഹോട്ടലിലെ ഓണർ, ഇവരൊക്കെയാ മാനസ വിളിച്ചിട്ടുള്ളത്. അപ്പൊ അവക്ക് ചില്ലറ ബന്ധങ്ങളൊന്നും അല്ലല്ലോ ഭാവന. എന്തിനാണ് അവരെയൊക്കെ മാനസ വിളിക്കുന്നറിയാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവള് ദുബായിൽ ജീവിച്ച പെണ്ണല്ലേ. മാത്രല്ല അവിടുത്തെ ഒരു ഇന്റർനാഷണൽ കമ്പനിയിലെ സ്റ്റാഫും ആയിരുന്നു. അപ്പൊ പിന്നെ പല ബന്ധങ്ങളും കാണുമല്ലോ. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ അവളെ 100% വിശ്വസിക്കത്തില്ല. ആരെയും 100% വിശ്വസിക്കാൻ പറ്റില്ല വല്യമ്മേ. വല്യമ്മേ, ദേ സുനിലിന്റെ അച്ഛൻ വിളിക്കുന്നു. എടുക്ക. ഹലോ സർ. ഭാവന, എനിക്കുടനെ ഭാവന കാണണം. എന്നെ കാണണം? എനിക്കും സാറിനൊന്ന് കാണണം, അത്യാവശ്യം. ഞാൻ ഏറ്റെടുത്ത അന്വേഷണത്തിലാ. 1-2 കാര്യങ്ങൾ സാറിനോട് എനിക്ക് ചോദിച്ചറിയാനുമുണ്ട്. എന്താ ഭാവന? ഞാനിപ്പോ വിളിച്ചത് കൊണ്ട് എന്നെ ബോധ്യപ്പെടുത്തണോ ഈ മറുപടി? അയ്യോ അല്ല, ഞാൻ കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. ഞാൻ സാറിനെ അങ്ങോട്ട് വിളിച്ചിട്ട് നാളെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കാനിരിക്കായിരുന്നു. ഓക്കെ, തൽക്കാലം ഞാൻ വിശ്വസിക്കാം. ബാക്കി നാളെ തമ്മിൽ കണ്ടിട്ട് തീരുമാനിക്കാം. സർ, ഞാൻ ഒരിക്കലും സാറിനെ പറഞ്ഞു പറ്റിക്കില്ല.
നോക്കാം. ആ പിന്നെ ഒരു കാര്യം, ഭാവന ഞാനൊരു കാര്യം ഏൽപ്പിച്ചത് ഭാവന ഇങ്ങോട്ട് പറഞ്ഞിട്ടാ, അല്ലാതെ അതെന്റെ കഴിവേട് കൊണ്ടല്ല. ഭാവന എനിക്ക് ആരും അറിയാതെ കടത്തിക്കൊണ്ടുവരാൻ അറിയാമെങ്കിൽ മാനസയും കടത്തിക്കൊണ്ടുവരാൻ പറ്റും. അവളെ എന്റെ കയ്യിൽ കിട്ടിയ പിന്നെ എനിക്കറിയാം എന്താ വേണ്ടതെന്നും. ഓർമ്മയിരിക്കട്ടെ. അതെ, ഇവനെയൊക്കെ എന്തിനാ സാറേന്ന് വിളിക്കുന്നത്? നിന്നെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ശ്ശെ, എവിടെയും നമ്മുടെ മര്യാദ കാണിക്കണ്ടേ വല്യമ്മേ? ഓ, എന്നിട്ട് സാറെന്ത് പറഞ്ഞു? അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. എന്നാലേ മോൾ ഒറ്റയ്ക്ക് പോണ്ട, ഞാനും വരാം. എനിക്കും അയാളെ ഒന്ന് കാണണം. നിന്നെ തട്ടിക്കൊണ്ട് പോയതല്ലേ? ഓക്കെ വല്യമ്മേ, നാളെ നമ്മൾ അയാളെ കാണുന്നു. ഇരിക്കുന്നു, നീ വാ. മോളെ, നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? ഇവിടെ വന്നിരുന്ന എന്താ കുഴപ്പം? എപ്പോഴും മുറി കയറി ഇരിക്കാൻ പറ്റില്ലല്ലോ. അച്ഛൻ ആരെയായി നോക്കുന്നേ? ആ ജാനകി എങ്ങാനും വരുന്നുണ്ടോന്ന് നോക്കിയതാ. അവളാണല്ലോ ഇപ്പൊ ഭാവനയുടെ ബോഡി ഗാർഡ്. എന്താ ജാനകി ആന്റി ഉള്ളതുകൊണ്ടും അച്ഛന്റെ അമ്മയുടെ ഐഡിയാസ് ഒന്നും വർക്ക്ഔട്ട് ആവുന്നില്ലല്ലേ? മോളെ, നീ ശവത്തിൽ കുത്താതെ. നിന്റെ അച്ഛൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അതേ മോളെ, ഞാനൊരു സത്യം പറഞ്ഞതാ. ഇപ്പൊ ഈ വീട്ടിൽ അവള് കാണിക്കുന്ന ഒരു സ്വാതന്ത്ര്യം കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ അസൂയ തോന്നുവാ. ഇങ്ങനെ പോയ ഈ വീടിന്റെ ഭരണം തന്നെ ചിലപ്പോ ജാനകി ഏറ്റെടുക്കും, ഭരിച്ചു മുടിക്കുകയും ചെയ്യും. അമ്മ, നിങ്ങൾക്ക് മറ്റൊന്നും പറയാനില്ലേ? നിനക്കെന്താ ഞങ്ങൾ പറയുന്ന വിശ്വാസം വരുന്നില്ലേ? അമ്മേ, ജാനകി ആന്റി ഇവിടെ ഭരിക്കോ ജീവിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അതിന് നിങ്ങൾക്ക് എന്താ? അമ്മ ഇവിടേക്ക് വന്നത് എന്നെ സഹായിക്കാനല്ലേ? അതുപോലെ തന്നെ ജാനകി ആന്റി ഇവിടേക്ക് വന്നത് ഭാവനയെ സഹായിക്കാനാ. ദയവ് ചെയ്ത് നിങ്ങൾ രണ്ടാളും ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാതെ സ്വന്തം കാര്യങ്ങൾ നോക്ക്. എനിക്ക് അല്പം സമാധാനം വേണം. അപ്പൊ ഞങ്ങൾ നിനക്ക് സമാധാനക്കേടാണല്ലേ? എന്റെ ഈശ്വരാ, ഞാൻ ഇനി എന്താ വേണ്ടത്? മോളെ, നീ എത്ര ഈശ്വരനെ വിളിച്ചിട്ടും കാര്യമില്ല. ജാനകിയെയും ഭാവനയെയും നിർത്തേണ്ട രീതിയിൽ തന്നെ നീ നിർത്തിയില്ലെങ്കിൽ നിനക്ക് ഇപ്പൊ ഇവിടെ ഉള്ള സ്ഥാനം കൂടെ നഷ്ടപ്പെടും. അതെ അച്ഛാ, എനിക്കിവിടെ ഒരു സ്ഥാനവും നിലനിർത്തണമെന്ന് ആഗ്രഹമില്ല.